Hi friends, welcome to Learnino. Electric and electronic measurements question set number 2 വിലോട്ട് നമുക്ക് പോവാം. Question number 1. When a potentiometer is used for measurements of voltage of an unknown source, the power consumed in the circuit of the unknown source under null condition is എന്നാണ് ചോദ്യം. ഒരു പൊട്ടൻഷ്യോമീറ്റർ വോൾട്ടേജ് മെഷർ ഒരു അൺനോൺ സോഴ്സിന്റെ വോൾട്ടേജ് മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യാണ്. അവിടെ സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന പവർ, അൺനോൺ സോഴ്സിന്റെ സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന പവർ നൾ കണ്ടീഷനിൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ നൾ കണ്ടീഷനെ നമുക്ക് വേറൊരു രീതിയിൽ നമ്മൾ യൂഷ്വലായിട്ട് പറയുന്ന ഒരു പേരുണ്ട്. എന്താ അത്? ഇറ്റ്സ് കോൾഡ് ആസ് ദി ബാലൻസ് കണ്ടീഷൻ. അപ്പോൾ ഒരു ബ്രിഡ്ജ് ബാലൻസിങ് കണ്ടീഷനിൽ അല്ലെങ്കിൽ നൾ കണ്ടീഷനിൽ എന്താകും? ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പവർ അൺനോൺ സോഴ്സിന്റെ കറണ്ട് എന്ന് പറയുന്നത് നൾ കണ്ടീഷനിൽ ഫ്ലോ ചെയ്യുന്നത് സീറോ ആയിരിക്കും. സോ കറണ്ട് ഈ സീറോ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പവർ ഈസ് ഓൾസോ സീറോ. സോ ഇറ്റ്സ് ഐഡിയലി, അതൊരു ഐഡിയൽ കേസിലാണ് നമ്മൾ പറയുന്നത്, നോർമൽ പ്രാക്ടിക്കൽ കേസിലല്ല. സോ ഐഡിയലി ഇറ്റ്സ് അക്കൗണ്ടഡ് ടു ബി സീറോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2. The standardization of potentiometers is done in order that they become. പൊട്ടൻഷ്യോമീറ്റേഴ്സിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ഡൺ ഇൻ ഓർഡർ എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അക്യുറേറ്റ് ആകാൻ മാത്രമാണോ, പ്രിസൈസ് ആണോ, അക്യുറേറ്റ് ആൻഡ് ഡയറക്റ്റ് റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്താണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ നോക്കാം. അവിടെ വർക്കിംഗ് കറണ്ട്, ഒരു റിയോസ്റ്റാറ്റ് നമ്മൾ വെച്ചിട്ട് വർക്കിംഗ് കറണ്ടിനെ നമ്മൾ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിലൂടെ such that the portion of the voltage drop across the slide wire നമ്മുടെ സ്റ്റാൻഡേർഡ് സെൽ വോൾട്ടേജിന് ഈക്വൽ ആക്കും. By adjusting a rheostat, the working current is adjusted and thereby ആ സ്ലൈഡ് വയറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിനെ നമ്മൾ സ്റ്റാൻഡേർഡ് സെൽ വോൾട്ടേജിന് ഈക്വൽ ആക്കും. ഈ ഒരു ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ എന്ന് ചുരുക്കി പറയുന്നത്. അത് ചെയ്യുന്നത് അക്യുറേറ്റ് ആൻഡ് ഡയറക്റ്റ് റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അക്യുറേറ്റ് ആൻഡ് ഡയറക്റ്റ് റീഡിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഒരു നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇറ്റ്സ് എ നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഇൻ ഓർഡർ ടു ഗെറ്റ് അക്യുറേറ്റ് ആൻഡ് ഡയറക്റ്റ് റീഡിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 3. The dynamic characteristics of capacitive transducer are similar to those of. ഒരു കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തിന് സിമിലർ ആണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അറിയണം ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണോ അതോ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് കൂടിയിട്ട് ഒരു കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിന് ഉണ്ടോ എന്ന് അറിയണം. അപ്പൊ അതിനുള്ള ഉത്തരം കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിന് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല, അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ പരിഗണിക്കാറില്ല. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പരിഗണിക്കാറ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. നോക്കൂ, ഇറ്റ്സ് സിമിലർ ടു, ഇവിടെ ഗെയിൻ ഇൻ ദ വൈ ആക്സിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ വൈ ആക്സിസിൽ ഗെയിൻ ആണ്, എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും. ഒരു ഹൈ പാസ് ഫിൽറ്റർ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെയാണ് ഹൈ പാസ് ഫിൽറ്റർ. ഒരു HPF, സ്മോൾ HPF ഹൈ പാസ് ഫിൽറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെയാണ് വരുന്നത്. ഇറ്റ് ഈസ് ഹാവിംഗ് ദ സെയിം ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഹൈ പാസ് ഫിൽറ്റർ. സോ ആൻസർ B. Question number 4. Capacitor transducers are normally used for സ്റ്റാറ്റിക് മെഷർമെന്റ്സ് ആണോ, ഡൈനാമിക് ആണോ? സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റാറ്റിക് മെഷർമെന്റ്സിന് പറ്റുന്നില്ല. സോ ആൻസർ ഈസ് ഡൈനാമിക് മെഷർമെന്റ്സ്, ഓപ്ഷൻ B. Question number 5. തെർമോകപ്പിൾസ് എന്താണ്? പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണോ, ആക്റ്റീവ് ആണോ? പാസീവ് ആൻഡ് ആക്റ്റീവ് ആണോ? അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയണം, പാസീവ് ഏതൊക്കെയാണ്, ആക്റ്റീവ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രാൻസ്ഡ്യൂസറിന്റെ കേസിൽ ട്രാൻസ്ഡ്യൂസർ പല ടൈപ്പിൽ നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലത്തെ ഒരു ഡിവൈഡിങ് ക്രൈറ്റീരിയ ആണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആക്കിയിട്ട്. ബാക്കിയുള്ള ടൈപ്പ് നമ്മൾ പഠിക്കണം. ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ആക്റ്റീവിന്റെ കേസിൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന പവർ ഉണ്ടല്ലോ, ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ ആവശ്യമില്ല. ഓക്കെ,
നോ എക്സ്റ്റേണൽ പവർ സപ്ലൈ ഈസ് റിക്വയർഡ്. ഇതിന്റെ കേസിൽ എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ ആവശ്യമില്ല. ആക്റ്റീവിന്റെ കേസിൽ, പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ കേസിൽ ദർ നീഡ് ആൻ എക്സ്റ്റേണൽ പവർ സപ്ലൈ. അപ്പൊ ഏതൊക്കെ എക്സാമ്പിൾസ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് അല്ലെ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പൊ പ്രഷറിൽ നിന്നിട്ട് ഇലക്ട്രിസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, പ്രഷർ ടു വോൾട്ടേജ് ആണ്. രണ്ടാമത്തത് വരുന്നത് PV cell, photovoltaic cell. Here the solar energy is converted to voltage, output voltage. The third one is a thermocouple. ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത് നോക്കൂ, ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ഈ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ കേസിൽ വരുന്നത് LVDT നമുക്ക് പാസീവ് ആണെന്ന് പറയാം. തെർമിസ്റ്റേഴ്സ് ഈസ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് കപ്പാസിറ്റീവ് transducers are also one of the passive transducers. ഇവിടെ thermocouple എന്ന് പറയുന്നത് ഏതാ? Thermocouple is a active transducer. So thank you so much.